എല്ലാവർക്കും ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. KCB എന്ന പകൽക്കൊള്ളയെക്കുറിച്ച് പറയാൻ വന്നതാണ്. വലിയ തുക കണ്ട് ഞെട്ടിത്തരിച്ച് ഇന്ന ജനങ്ങൾക്ക് ഒരു പ്രോത്സാഹനമായി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതിയാണ് പുരപ്പുറ സോളാർ. 78,000 മുതൽ 3 മെഗാവാട്ടും 5 മെഗാവാട്ടും അതിൽ കൂടുതൽ വെക്കുന്ന അതിലും കൂടുതൽ സബ്സിഡി കൊടുത്തുകൊണ്ട് ഇന്ത്യ ഒട്ടുക്ക് നടപ്പാക്കാൻ കൊണ്ടുവന്ന പദ്ധതി കേരളത്തിലെ ചില KCB ഉദ്യോഗസ്ഥരും യൂണിയനും കൂടെ ചേർന്നത് അട്ടിമറിക്കുകയാണ്. അതായത് ജനത്തിന് ഒന്നും കിട്ടാൻ വയ്യാത്ത രീതിയിൽ ആക്കി മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പം കുറേ നാളുകളായി നടക്കുന്നത്. നമ്മുടെ ഇന്ന് 2 രൂപ ചില്ലറ പൈസയ്ക്ക് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ബാക്കി അവർ വാങ്ങിച്ചതിന് ശേഷം നമുക്കത് തിരിച്ചു തരുന്നത് 8 രൂപയും അതിന് പുറത്തും. രാത്രി ആ കറണ്ട് എടുത്താൽ 8 രൂപ പുറത്താണ്. രാത്രിയാണ് ഏറ്റവും കൂടുതൽ കറണ്ട് നമുക്കൊരു പ്രയോജനമില്ലാത്ത രീതിയിൽ ആക്കി മാറ്റാനാണ് KCBയിലെ ചില ഉദ്യോഗസ്ഥന്മാരും ഉയർന്ന ശമ്പളം വാങ്ങിക്കുന്ന ചിലരും ചേർന്ന് ശ്രമിക്കുന്നത്. ഇത് അട്ടിമറിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. നമ്മൾ ഇപ്പോൾ 2.5 ലക്ഷത്തോളം ആളുകൾ കേരളത്തിൽ ഇത് വെച്ച് കഴിഞ്ഞു. പലരും വെക്കുന്നതിപ്പം നിർത്തിവെച്ചിരിക്കുകയാണ്. കാര്യം ഇവരുടെ ഈ നയം മാത്രം. ഒരു പൈസയും ചിലവില്ലാതെ പ്രകൃതിദത്തമായി കിട്ടുന്ന വെള്ളത്തിൽ നിന്നും നമ്മൾ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഡാമുകളിൽ വെള്ളം തടഞ്ഞു നിർത്തി അതിൽ നിന്നാണ് നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. 128 പദ്ധതികളാണ് അനുമതി കൊടുക്കാതെ സ്റ്റോപ്പ് ചെയ്ത് വച്ചിരിക്കുന്നത്. നിരവധി ഡാമുകളിൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന മിഷൻ വരെ അവർ കേടാക്കിക്കൊണ്ടാണ് അദാനിയെയും അംബാനിയെയും പോലുള്ള വലിയ റിലയൻസിനെ പോലുള്ള വലിയ ഗ്രൂപ്പുകളിൽ നിന്ന് വലിയ വിലയ്ക്ക് കറണ്ട് വിലയ്ക്ക് വാങ്ങിച്ച് അതിൻ്റെ കമ്മീഷൻ അടിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കൂട്ടം ലോകത്തൊരിടത്തും ഇത്രയും ചിലവ് കുറഞ്ഞ രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ല. പ്രകൃതിദത്തമായി കിട്ടുന്ന വെള്ളത്തിൽ നിന്നാണ് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് ജനത്തിന് മറ്റ് സ്റ്റേറ്റുകളിൽ നിങ്ങൾ നോക്ക്, കർണാടക തമിഴ്നാടൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്ക്, ഇതിൻ്റെ പകുതി പോലും ബില്ല് വരുന്നില്ല ഒരാൾക്കും. നമുക്ക് ഒരു നീളത്തിൽ ഒരു ഇൻഡാസിഞ്ഞ് അടിച്ച് തരുവാണ്. അതിനകത്ത് എന്തോ എഴുതിയിരിക്കുന്നതെന്ന് പോലും നമുക്കറിഞ്ഞൂടാ. മീറ്റർ വാടക, മീറ്റർ റീഡിങ് എടുക്കാമെന്ന് തന്നെ സൂക്ഷിച്ച് നോക്കിയാൽ അതിൻ്റെ വാടക, റോഡിലെ പോസ്റ്റിൽ സൂക്ഷിച്ച് നോക്കിയാൽ അതിൻ്റെ വാടക. ചുരുക്കം പറഞ്ഞാൽ മൊത്തവും എന്തൊക്കെയോ എഴുതി പിടിപ്പിച്ചൊരു വലിയ തുക നമുക്കിഞ്ഞ് തരികയാണ്. ഇപ്പോൾ കുറേ കാലമായി ഇതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം സബ് കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ബോസ്റ്റ് ഒന്ന് മാറുകയോ അല്ലെങ്കിൽ ടച്ച് വെട്ടുക അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് വന്ന റീഡിങ് എടുക്കുക, ഇതെല്ലാം സബ് കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുകയാണ്. 2-3 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇലക്ട്രിസിറ്റിയിൽ സുഖമായി കഴിയുകയാണ്. അവരുടെ യൂണിയനുകളാണ് ഇത് നിയന്ത്രിക്കുന്നത്. ജനങ്ങളെ പിഴിയാവുന്നിടത്തോളം പിഴിയുകയാണ്. വലിയ ബില്ലുകളുടെ ഇപ്പം തന്നെ പുതിയ കടകൾക്കും വീടുകൾക്കും പണ്ട് കൊടുത്തിരുന്ന അഡ്വാൻസ് കുറവാണെന്നും പറഞ്ഞ് ഇപ്പോൾ എൻ്റെ തന്നെ അപ്പുറത്തൊരു കടയ്ക്ക് 30,000 രൂപയാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത്. ഓരോ മാസം 20,000 രൂപ പുറത്താണ് കറണ്ട് ചാർജ്. റീഡിങ് എങ്ങനെയാണ്, യൂണിറ്റ് എങ്ങനെയാണ് ഒന്നും പറയുന്നില്ല. വലിയൊരു തുക അങ്ങ് അടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു ദിവസം തെറ്റിയ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് ആളുകൾ വരിക, ഫോൺ ചെയ്യുക, ഫീസ് ഊരാൻ വരിക, ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെയാണ് ഇപ്പം നടക്കുന്നത്. ഈ പദ്ധതിയെ ആർക്കും പ്രയോജനമില്ല. പണ്ട് നമ്മുടെ വീട്ടിൽ പഴയ കാലത്തെ ആൻറ്റിന ഏരിയയിലൊക്കെ നിൽക്കുന്ന പോലെ പുരപ്പുറ സോളാറിഞ്ഞ് നോക്കൂത്തിയായി നിർത്തും ഇവർ. അതിനുള്ള കഠിന ശ്രമമാണ് നടക്കുന്നത്. ഏതൊരു പദ്ധതിയും ജനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ കേരളത്തിൽ വന്ന് അതിനെ അട്ടിമറിക്കാനാണ് ശ്രമം നടക്കുന്നത്. ഗുഡ് ബൈ.